ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ്. സ്വാമിത്തോപ്പിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. എന്നാണ് ജനനം? 1809 മാർച്ച് 12. അച്ഛൻ പൊന്നു നാടാര്, അമ്മ വെയിലാളമ്മ. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു പേരെങ്കിലും ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പ് കാരണം മുത്തുക്കുട്ടി എന്ന് മാറ്റേണ്ടി വന്നു. അപ്പം മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. പിന്നെ ഈ മുതിർന്ന ജാതിക്കാരുടെ എതിർപ്പ് മൂലം അത് മുത്തുക്കുട്ടി എന്ന് മാറ്റുന്നു. 1836 സമത്വ സമാജം സ്ഥാപിച്ചു. സമത്വ സമാജം സ്ഥാപിച്ചത് എന്നാണ്? 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി പരിഗണിക്കുന്നത് സമത്വ സമാജത്തെയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനം ഏതാണ്, അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സമത്വ സമാജമാണ്. 1836. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലോ അത് വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജമാണ്. 1836. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാ? വൈകുണ്ഠസ്വാമികൾ. ചാനാർ കലാപം, മാറുമറയ്ക്കൽ കലാപം എന്നീ പേരുകളിലും മേൽമുണ്ട് സമരം അറിയപ്പെടുന്നു. അപ്പം മേൽമുണ്ട് സമരത്തിൻ്റെ മറ്റു പേരുകളാണ് ചാനാർ കലാപം, മാറുമറയ്ക്കൽ കലാപം എന്നിവ. 1959 ജൂലൈ 26 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയത്. അപ്പോൾ എന്നാണ് തിരുവിതാംകൂറിൽ നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടിയത്? 1959 ജൂലൈ 26. ഈ അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ഉത്രം തിരുനാൾ. തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണത്തെ എന്താണ് വൈകുണ്ഠസ്വാമികൾ പറഞ്ഞത്? അനന്തപുരത്തെ നീചൻ്റെ ഭരണം എന്നാണ്. വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. വെണ്ണീച ഭരണം എന്നാണ് വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വിശേഷിപ്പിച്ചത്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠ എന്നും പറയും കേട്ടോ. ജനങ്ങൾ ചിട്ടയോടുകൂടിയ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ച കൂട്ടായ്മയാണ് തുവയൽ പന്തികൾ. അപ്പോൾ തുവയൽ പന്തി കൂട്ടായ്മ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾ ചിട്ടയോടുകൂടിയ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി പരിശീലനം നൽകുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ചതാണ് തുവയൽ പന്തി കൂട്ടായ്മ. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുകിണറുകളിൽ നിന്നും ജലം എടുക്കാൻ അവകാശമില്ലാത്തതിനെ ചോദ്യം ചെയ്ത് സ്വാമിത്തോപ്പിൽ എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കാവുന്ന കിണറുകൾ സ്ഥാപിക്കുന്നു. അപ്പം എവിടെയാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ പൊതു കിണറുകൾ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് സ്വാമിത്തോപ്പിലാണ്. സ്വാമിത്തോപ്പിലാണല്ലേ അദ്ദേഹം ജനിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുകിണറുകളിൽ നിന്നും ജലം എടുക്കാൻ അവകാശമില്ലായിരുന്നു. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ടാണ് എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കാവുന്ന കിണറുകൾ അദ്ദേഹം സ്ഥാപിച്ചത്. ഈ കിണറുകൾ മുന്തിരി കിണർ, സ്വാമി കിണർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ മുന്തിരി കിണർ, സ്വാമി കിണർ എന്നറിയപ്പെടുന്നത് സ്വാമിത്തോപ്പിൽ വൈകുണ്ഠസ്വാമികൾ തീർത്ത കിണറുകളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജന്മിത്വ സമ്പ്രദായത്തിലെ നിർബന്ധിത അടിമവേലയ്ക്കെതിരെയും ഉഴിയം, വിരുതി മുതലായ അനാചാരങ്ങൾക്കെതിരെയും വൈകുണ്ഠസ്വാമികൾ പ്രതികരിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം. ആരാണ് പറഞ്ഞത്? വൈകുണ്ഠസ്വാമികൾ. ജാതിയൊന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, കുലമൊന്ന്, നീതിയൊന്ന് മനുഷ്യന് എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. ജാതിയൊന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, കുലമൊന്ന്, നീതിയൊന്ന് മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? അത് വൈകുണ്ഠസ്വാമികളുടേതാണ്.
അയിത്ത വ്യവസ്ഥയ്ക്കെതിരെ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അയിത്ത വ്യവസ്ഥയ്ക്കെതിരെയാണ് അദ്ദേഹം സമപന്തി ഭോജനം നടത്തിയത്. 1851 ജൂൺ 3 വൈകുണ്ഠസ്വാമികൾ അന്തരിക്കുന്നത്. 1851 ജൂൺ 3 വൈകുണ്ഠസ്വാമികൾ അന്തരിക്കുന്നു. ബ്രിട്ടീഷുകാരെ വെളുത്ത പിശാചുക്കൾ എന്ന് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷുകാരെ അദ്ദേഹം എന്താണ് വിശേഷിപ്പിച്ചത്? വെളുത്ത പിശാചുക്കൾ എന്നാണ്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചു. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ മഹാരാജാവിൻ്റെ കാലത്താണ് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് ശിങ്കാരത്തോപ്പ് ജയിലിലാണ് പാർപ്പിച്ചത്. എന്താണ്? അനന്തപുരത്തെ ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അല്ലേ. സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യായുടെ നിർദ്ദേശപ്രകാരമാണ് വൈകുണ്ഠസ്വാമികൾ ജയിൽ മോചിതനാകുന്നത്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് വൈകുണ്ഠസ്വാമികൾ ജയിൽ മോചിതനായത്? സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ എന്ന് പറയുന്നത് ആരാണ്? ഒരു നവോത്ഥാന നായകനാണ് അല്ലേ, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പോൾ ഈ തൈക്കാട് അയ്യ ആരുടെയും ഗുരുവാണ്? വൈകുണ്ഠസ്വാമികളുടെയും ഗുരുവാണ്. 110 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 1839 മാർച്ച് 26 വൈകുണ്ഠസ്വാമി ജയിൽ മോചിതനായി. വൈകുണ്ഠസ്വാമികൾ രചിച്ച പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ട അമ്മനെ, അരുൾനൂൽ എന്നിവ. അപ്പോൾ അഖിലത്തിരുട്ട അമ്മനെയും അരുൾനൂലും ആരുടെ പ്രശസ്തമായ രചനകളാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളുടേതാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാ? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. ഇനി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽ താങ്കൽ എന്നറിയപ്പെടുന്നു. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നിഴൽ താങ്കൽ എന്നാണ്. അപ്പോൾ നിഴൽ താങ്കൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി ഏതാണ്? അയ്യാവഴി എന്നതാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതായിരുന്നു അയ്യാവഴിയുടെ ലക്ഷ്യം. അയ്യാവഴിയുടെ ലക്ഷ്യം എന്താണ്? ധർമ്മയുഗം സ്ഥാപിക്കുക. അയ്യാവഴിയുടെ ചിഹ്നമായിരുന്നു തീജ്വാല വഹിക്കുന്ന താമര. അയ്യാവഴിയുടെ ചിഹ്നം എന്താണ്? തീജ്വാല വഹിക്കുന്ന താമരയാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് പരീക്ഷകൾക്ക് ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല. നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടാൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതെ, അല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതെ. നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക, കേട്ട് പഠിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഹാവ് എ നൈസ് ഡേ.